ഹായ് ഓൾ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. നമ്മുടെ +2 മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഈ പേര് എവിടെ കേട്ടിട്ടുണ്ടല്ലോ? എവിടെ എവിടെ നമ്മൾ +1 അല്ലേ? നമ്മൾ +1 നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്തായിരുന്നു? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? അതെല്ലാം ഇതിൽ ആവശ്യമുണ്ട് കേട്ടോ. ഇല്ല, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ +1 നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? സെറ്റ്സ് അല്ലെ? സെറ്റ്സ്. സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇതെല്ലാം അതിന്റെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൽ ആവശ്യമുണ്ട് കേട്ടോ. അതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നമുക്ക് +2 ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ +1 സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയത്തിൽ നമുക്ക് വേഗം പറഞ്ഞുതരാം. ഓക്കെ, ഓർഡേർഡ് പെയർ ഓർമ്മയുണ്ടോ? ഓർഡേർഡ് പെയർ എന്താണ്? ഓർഡേർഡ് പെയർ എന്നൊക്കെ പറഞ്ഞാല് ഓക്കെ, നമുക്ക് സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എ ബി. ഓക്കെ, രണ്ട് സെറ്റ്. ഇതിലെന്തുണ്ട്? 1 2 3 ഉണ്ട്. ഇതില് 4 5 6 ഉണ്ട്. ഓക്കെ, സെറ്റ് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോന്നിനും എന്ത് പേര് പറയും? എലമെന്റ്സ് എന്ന് പറയും അല്ലെ? നമ്മൾ സെറ്റ് എ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഈസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് അല്ലെ? 1 2 3. ഓക്കെ, 1 2 3 3 2 1 എഴുതിയാലും എന്താണ്? കറക്റ്റ് ആണ്, കാരണം ഇതൊക്കെ ഓരോ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ 1 2 3 അല്ലെ 2 3 1 അല്ലെ 3 2 1 എന്നൊക്കെ എഴുതിയാലും ഒരു കുഴപ്പമില്ല സെറ്റിന്റെ ഉള്ളില്. ഓക്കെ, ഇതാണ് എ എന്നുള്ള സെറ്റ്. അപ്പൊ ബി എന്നുള്ള സെറ്റോ 4 5 6. എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മള് എന്ത് പഠിക്കാൻ പോകുന്നു? ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇതാ 1 4. സപ്പോസ് 1 4 ഇതൊരു ഓർഡേർഡ് പെയർ ആണ്. ഓക്കെ, അടുത്തതാ 2 5. ഇതൊരു ഓർഡേർഡ് പെയർ ആണ്. ഓക്കെ, ഒരു സെറ്റിനുള്ളിൽ എന്താണ് ഇങ്ങനെ കണ്ടാൽ ഇത് എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ടോ? ഇല്ല, 2 എലമെന്റ്സ് ഉള്ളൂ. 1 4 ഒരു എലമെന്റ്, അതായത് ഒരു ഓർഡേർഡ് പെയർ ഒരു എലമെന്റ്. അടുത്ത ഓർഡേർഡ് പെയർ അടുത്ത എലമെന്റ്. 1 4 2 5 രണ്ട് ഓർഡേർഡ് പെയർസ്. ഓക്കെ, ഓർഡേർഡ് പെയർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലായി? ഫസ്റ്റ് ഓർഡർ, രണ്ട് പെയർ. ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു സെറ്റ് പറഞ്ഞില്ലേ 1 2 3 എന്ന്. അവിടെ സെറ്റിന് 3 2 1 എന്ന് ഇട്ടാലും എന്താണ്? കുഴപ്പമില്ല. പക്ഷെ 1 4 എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ, ഓക്കെ, 1 4 എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ നോട്ട് ഈസ് ഈക്വൽ ടു 4 1. ഓക്കെ, പറഞ്ഞാൽ എന്താണ്? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ എന്താ? ഓർഡേർഡ് പെയർ. പെയർ എന്ന് പറഞ്ഞാൽ എന്താ? 2 അല്ലെ? അപ്പൊ എന്താണ്? 2 എലമെന്റ്സ്, 2 ആയിരിക്കും ഉണ്ടാവുന്നത്. 1 4. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ റിലേഷനിലേക്ക് പോവാണ്. ഓക്കെ, റിലേഷൻ പോകുന്നതിന് മുമ്പ് വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല്? ഓർമ്മയുണ്ടോ മുഖം? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി അല്ലെ? ഇവിടെ എ ബി രണ്ട് സെറ്റ് ആണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഓക്കെ, എ ക്രോസ് ബി, എ ക്രോസ് ബി ഇതല്ലേ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. എന്തൊക്കെയാണ്? 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6 അല്ലേ? ഓർമ്മയുണ്ടേ? അതായത് 1 4 എത്ര എലമെന്റ്സ് ഉണ്ട്? 1 5 1 6 അല്ലെ? നമ്മളിപ്പോ പറഞ്ഞു എത്ര എലമെന്റ്സ് ഉണ്ടാവും? 9 എലമെന്റ്സ്. എങ്ങനെ കിട്ടുന്നത്? നമ്പർ ഓഫ് എൻ ഓഫ് എ. എൻ ഓഫ് എ എത്ര? ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ്. ഇവിടെ എത്ര ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി അല്ലെ? അതല്ലേ എൻ ഓഫ് എ ക്രോസ് ബി? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി 9 അല്ലെ? 3 ഇൻറ്റു 3. ഓക്കെ, ഇവിടെ ഈ കണ്ടീഷനില് 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6. ഓക്കെ, അങ്ങനെ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 9 എലമെന്റ്സ് ഉണ്ടാവും. ഇതാണ് എ ക്രോസ് ബി, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നു എന്താണ്? 1 4 1 5 1 6 പറഞ്ഞു. 4 1 എന്നൊരു എലമെന്റ് ഉണ്ടാവോ? ഇല്ല. എ ക്രോസ് ബിയിൽ എപ്പോഴും എ എന്നുള്ള സെറ്റിന്റെ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാകുക. ക്ലിയർ അല്ലേ? കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതിന് എത്ര എലമെന്റ് ആണ്? ഇത് 3 എലമെന്റ് ഉണ്ട്. ഇതിലും 3 എലമെന്റ് ഉണ്ട്. സോ ടോട്ടൽ 3 ഇൻറ്റു 3
എ ക്രോസ് ബിക്ക് എൻ ഓഫ് എ ക്രോസ് ബി. എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. എത്രയാ? എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. 3 × 3 9. ഓക്കെ, അപ്പൊ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ റിലേഷൻസിലേക്ക് പോകണം. ഓക്കെ, എന്താണ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റൂൾ ബേസ് ചെയ്തിട്ട് എന്താണ് ഇതിലെന്തായാലും ഓർഡർ പെയറിൽ കിട്ടുന്നേ അല്ലെ? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ പെയറിൽ കിട്ടുന്നേ. ഓക്കെ, ഈ ഓർഡർ പെയറിന്റെ സബ്സെറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ എത്ര സബ്സെറ്റ് ഉണ്ട്? അത് നമ്മളൊരു പണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എത്ര സബ്സെറ്റ് അവിടെ കിട്ടും, എത്ര റിലേഷൻ ഇവിടെ ഫോം ചെയ്യാം. സപ്പോസ് ഒരു എ എന്നുള്ള സെറ്റില് ഒരു എലമെന്റ്, ഓക്കെ, ബി എന്നുള്ള സെറ്റ്. എങ്ങനെയാണ് റിലേഷൻ? എയുടെ ഇൻറ്റു 4 ആയിരിക്കണം ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1 × 4 4. ഓക്കെ, 1 × 4 5 പറയാൻ പറ്റില്ല, 2 × 4 5 പറയാൻ പറ്റില്ല അല്ലെ? വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ ഒറ്റ എലമെന്റ് ആയിരിക്കും അതിലുണ്ടാവുക. ഏത്? 1 1 4 എന്നുള്ള ഒറ്റ സെറ്റ്. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായോ? അതായത് എന്താണ്? എയിലെ എലമെന്റിന്റെ 4 ടൈംസ് ആയിരിക്കണം ബിയിലെ എലമെന്റ്. അതൊരു റിലേഷൻ. എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ. അപ്പൊ എന്താണ്? ആ റിലേഷൻ ഫോളോ ചെയ്യുന്ന ഒറ്റ എലമെന്റ് അല്ലേ ഉള്ളൂ 1 4 എന്നുള്ള ഓർഡർ പെയർ. ഓക്കെ, ഇതൊരു റിലേഷൻ ആണ്. ഓക്കെ, അങ്ങനെ എത്ര റിലേഷൻ ഇവിടെ ഫോം ചെയ്യാം? എ എന്നുള്ള സെറ്റും ഉണ്ട്, ബി എന്നുള്ള സെറ്റും ഉണ്ട്. എത്ര റിലേഷൻ ഫോം ചെയ്യാം? ഇതിൽ പി എലമെന്റ്സും ഇതിൽ ക്യൂ എലമെന്റ്സും ആണെങ്കിൽ എത്ര സെറ്റ്, എത്ര ടോട്ടൽ എത്ര റിലേഷൻസ് ഉണ്ടാവും? 2pq. ഓക്കെ, ഇവിടെ എത്ര വരും? 29 വരും അല്ലെ? 29 എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ ആയില്ലേ? എത്ര? 2 4 8 16 32 64 128 256 512 അല്ലെ? ഇത്രയും നമ്പർ ഓഫ് റിലേഷൻസ് ഇവിടെ പോസിബിൾ ആണ്. അത് ഏതൊക്കെയാ? 1 4 1, 1 5 2, 1 6 3, 2 4 2 5 2 6, 3 4 3 5 3 6. അങ്ങനെ അടുത്തതോ രണ്ട് എലമെന്റ്സിന്റെ 1 4 1 5. ഓക്കെ, അടുത്തതോ 2 4 2 5. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ പോസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിളില് എന്താണ്? ഇവിടെ രണ്ട് എലമെന്റ് ഉണ്ട്, 1 2 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 3 4 ഉണ്ട്. ഇത് എ, ഇത് ബി. ഓക്കെ, ഇവിടെ എത്ര എന്താണ് റിലേഷൻസ് പോസിബിൾ ആണ്? ഇവിടെ 2 എലമെന്റ്സ് അല്ലേ ഉള്ളത്? ഇവിടെ 2 എലമെന്റ്സ് ഉണ്ട്, ഇവിടെ 2 എലമെന്റ്സ് ഉണ്ട്. സോ ടോട്ടൽ എത്രയുണ്ട്? 2 raised to 2 × 2 അല്ലെ? 2 raised to 2 × 2 എന്ന് പറഞ്ഞാൽ 2 raised to 4. 2 4 8 16. ടോട്ടൽ 16 റിലേഷൻസ് ഇവിടെ പോസിബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഓടിച്ച് നമുക്ക് ഒരു മിനിറ്റിൽ പറഞ്ഞുതരാം. ഏതൊക്കെയാണ് അവിടെ റിലേഷൻസ്? ഫസ്റ്റ് വൺ ഏതാണ്? നമുക്ക് സിംഗിൾ എലമെന്റ് വരുന്ന റിലേഷൻ. സിംഗിൾ എലമെന്റ് വരുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ വൺ മാത്രമായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ എലമെന്റ് എന്ന് പറഞ്ഞാൽ 1 3 അല്ലെ? ഓർഡേർഡ് പെയർ ആയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് എലമെന്റ് 1 3. ഓക്കെ, ഇതൊരു സിംഗിൾ ടൺ സെറ്റ് ആണ്. സിംഗിൾ ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 എലമെന്റ്. ഇവിടെ 1 എലമെന്റേ ഉള്ളൂ. 1 3 എന്നുള്ള ഒറ്റ ഒരു ഓർഡേർഡ് പെയർ ഇവിടെ എലമെന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇതൊരു സിംഗിൾ ടൺ സെറ്റ് ആണ്. അടുത്ത റിലേഷൻ എന്താ? 1 2 എന്നൊരു റിലേഷൻ പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എങ്ങനെ പറയാം? നമ്മളൊരു ആരോ ഡയഗ്രാം പഠിച്ചില്ലേ? 1 ൽ നിന്ന് 3 ലേക്ക്. ഓക്കെ, 1 ൽ നിന്ന് 4 ലേക്ക്, 2 ൽ നിന്ന് 3 ലേക്ക്, 2 ൽ നിന്ന് 4 ലേക്ക്. ഇത്രയൊക്കെയല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇത്, സെക്കൻഡോ? രണ്ടാമത്തെ എന്ത് വരും? 1 4. ഓക്കെ, പിന്നെ സെറ്റ് 2 2 3. ഓക്കെ, അടുത്തതോ സെറ്റ് 2 4. ഓക്കെ, ഇത് സിംഗിൾ എലമെന്റ് വരുന്നതാണ്. ഇനി രണ്ട് എലമെന്റ് വരുന്ന എത്ര ഉണ്ട്? രണ്ട് എലമെന്റ് വരുന്നത് 1 3 1 4 1, 2 3 2 4. ഓക്കെ, 1 3 1 4 1, 1 3 1 4. ഓക്കെ, പിന്നെ എന്തുണ്ട്? 2 3 2 3 2 4. ഓക്കെ, 1 3 1 4 2 3 2 4. പിന്നെ എന്താ ഉള്ളത്? ഓക്കെ, ഇനി 1 3 2 4 അല്ലെ? 1 3 2 4. ഇനിയോ 1 3 2. ഓക്കെ, 1 3 2 4 ഉണ്ട്. പിന്നെ എന്തുണ്ട്? 2 3 1 4 ഉണ്ട് അല്ലെ? 2 3 1 4. ഓക്കെ, പിന്നെയോ 1 3 2 4 പറഞ്ഞു.
1 4 2 3 ഉണ്ട് അല്ലെ 1 4 2 3 1 4 2 3 പിന്നെ എന്തുണ്ട് 1 3 2 3 പറഞ്ഞിട്ടുണ്ടോ 1 3 2 3 അല്ലെ 1 3 2 3 ഉണ്ട് അങ്ങനെ അടുത്തത് 1 3 2 3 ഓക്കെ 1 3 2 3 ഓക്കെ ഇനി എന്തുണ്ട് ഇപ്പൊ 6 4 10 മൊത്തം 16 ഉണ്ട് ഓക്കെ പിന്നെ 3 എലമെന്റിന് 1 3 2 3 2 4 ഓക്കെ അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ട് 16 എലമെന്റ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെ 2 എലമെന്റിന്റെ ഇത് സിംഗിൾ എലമെന്റ് ഇത് 2 എലമെന്റ് 3 എലമെന്റിന് നമ്മൾ എഴുതി ഓക്കെ ഇനി എന്നാലും എല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര വരും ഇത് 4 ആയിരിക്കും മറ്റേ 6 ആയിരിക്കും 3 എലമെന്റിന് എന്തായിരിക്കും 4 ആയിരിക്കും ടോട്ടൽ 14 ആയി ഇനി 2 സെറ്റും കൂടി ഉണ്ട് അത് ഏതൊക്കെയാ അടുത്തതാണ് നോക്കുക 1 3 2 3 1 4 2 4 എന്താണ് അവിടെ 4 എലമെന്റ് വന്നു അല്ലെ അതായത് 1 3 2 3 1 4 2 4 എന്ന് പറഞ്ഞാൽ എന്താണ് എ ക്രോസ് ബി ആണ് അല്ലെ ഇത് എ ക്രോസ് ബി ഒരു റിലേഷൻ എ ക്രോസ് ബിയുടെ സബ്സെറ്റ്സ് ആണ് നമ്പർ ഓഫ് റിലേഷൻസ് പോസിബിൾ ആണ് ഓക്കെ അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതും എ ക്രോസ് ബി തന്നെയാണ് അല്ലെ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും അവിടെ വന്നു ക്ലിയർ നമ്മള് പണ്ട് സെറ്റിൽ പഠിക്കാമായിരുന്നു അല്ലെ സെറ്റില് സബ്സെറ്റ്സ് പഠിച്ചില്ലായിരുന്നോ സബ്സെറ്റ്സില് എന്താണ് എല്ലാം കൂടെ വരുന്നത് അല്ലെ എയുടെ സബ്സെറ്റിൽ എ തന്നെ വരുന്നത് എയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞില്ല എവരി എലമെന്റ് എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് നമ്മൾ പറഞ്ഞല്ലേ അതേ ഒരു കൺസെപ്റ്റ് ഇവിടെ കൊടുക്കണം അതായത് എന്താണ് എ ക്രോസ് ബി അല്ലെ എല്ലാ എലമെന്റും ഇവിടെ വരുന്നിട്ടുണ്ട് ഓക്കെ ഇതും എന്താണ് ഇതും ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് അടുത്ത സബ്സെറ്റ് എന്തായിരിക്കും നൾ സെറ്റും ഒരു സബ്സെറ്റ് ആണ് ഓക്കെ അതായത് ഒരു റിലേഷനും ഇല്ല ഒരു റിലേഷൻ ഇല്ലാത്തതും എന്താണ് അതൊരു സബ്സെറ്റ് ആണ് ഓക്കെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 സാധനം അതായത് മൊത്തം എത്രയാണ് 2pq എന്നുള്ള റിലേഷൻസ് ഉണ്ട് അതില് ഒരു റിലേഷൻ ആണ് എന്താണ് എല്ലാ പോസിബിൾ വാല്യൂസും ഓക്കെ എന്ന് പറഞ്ഞാല് ഇവിടെ എത്രയാണ് 2 അല്ലെ ടോട്ടൽ 4 എലമെന്റ്സ് ഇവിടെ വന്നു ഓക്കെ 4 എലമെന്റ്സ് വരുന്ന ഒരു റിലേഷൻ ഓക്കെ എല്ലാ പോസിബിൾ എന്താണ് വാല്യൂസും വരുന്ന ഒരു റിലേഷൻ അതെന്ന് പറയുന്നത് എന്തായിരിക്കും അതിന്റെ പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ ക്ലിയർ ആയോ നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്നായിരുന്നു സെറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ സബ്സെറ്റ്സ് പഠിക്കാൻ നേരത്ത് നമുക്ക് എന്താണ് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2n സബ്സെറ്റ്സ് ഉണ്ടാവും അല്ലെ 2n സബ്സെറ്റ്സില് 1 എന്താണ് 1 പ്രോപ്പർ ആണ് 1 അല്ല ബാക്കി എന്താണ് 2n - 1 ഇംപ്രോപ്പർ സബ്സെറ്റ്സ് ഉണ്ടാവും അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത് ഒരു സെറ്റ് എന്തായിരിക്കും ഒരു റിലേഷൻ എന്തായിരിക്കും യൂണിവേഴ്സൽ റിലേഷൻ ആയിരിക്കും ക്ലിയർ ഇനി എംപ്റ്റി റിലേഷൻ എന്താ എംപ്റ്റി റിലേഷൻ ഇനി നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് മൊത്തം 16 ഉണ്ട് ഈ ഒരെണ്ണം എന്താണ് എല്ലാം കൂടെ വരുന്നത് ബാക്കി 14 ഉണ്ട് പിന്നെ ഒന്നെന്ന് പറഞ്ഞാല് നൾ സെറ്റ് അല്ലെ ഒരു റിലേഷനും പറയാനില്ല ഓക്കെ അതാണ് എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി യൂണിവേഴ്സൽ റിലേഷനെ എംപ്റ്റി റിലേഷനെ കൂടി ട്രിവിയൽ റിലേഷൻ എന്ന് പറയും അപ്പൊ ട്രിവിയൽ റിലേഷന്റെ പേര് കൊണ്ടായിരുന്നെങ്കിൽ യൂണിവേഴ്സൽ റിലേഷനും എംപ്റ്റി റിലേഷനും കൂടെ ചേർന്ന് നമുക്ക് എന്ത് പറയാം ട്രിവിയൽ റിലേഷൻ എന്ന് പറയാം ഓക്കെ ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇനി നമ്മൾ എന്തിലേക്ക് എത്തുന്നത് നമ്മുടെ +2 ടോപ്പിക്കിലേക്ക് എത്തുവാണ് റിലേഷൻസ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡൊമൈൻ റേഞ്ച് കോഡൊമൈൻ കേട്ടിട്ടുണ്ടോ ഓക്കെ ഫസ്റ്റ് സെറ്റ് എ എന്നുള്ളൊരു സെറ്റ് ഇവിടെ എടുത്തു എയിൽ എന്തൊക്കെയുണ്ട് 1 2 3 4 4 എലമെന്റ്സ് ഉണ്ട് ബിയിൽ എന്തുണ്ട് ബിയില് 5 6 7 8 അതിലും 4 എലമെന്റ്സ് ഉണ്ട് ഓക്കെ ഇത് ബി എന്നുള്ള സെറ്റ് ഇങ്ങനെ വരയ്ക്കുന്നതിന് ആരോ ഡയഗ്രം എന്ന് പറയും അല്ലെ നമ്മൾ റിലേഷൻ ആരോ ഇട്ട് കാണിക്കും 1 5 ഒരു റിലേഷൻ 1 6 ഒരു റിലേഷൻ 2 7 ഒരു റിലേഷൻ 3 6 അടുത്ത റിലേഷൻ ഓക്കെ ഇങ്ങനെ വന്നു ഓക്കെ കണ്ടോ ഇതിൽ എന്തൊക്കെ മിസ്സിംഗ് ആണ് എ എന്നുള്ള സെറ്റില് 4 മിസ്സിംഗ് ആണ് ഇത് റിലേഷൻ അല്ലേ നിങ്ങൾ പഠിച്ചു ഫംഗ്ഷൻ അല്ല ഫംഗ്ഷന്റെ കേസ് വേറെ ഫംഗ്ഷന്റെ കേസ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാം ഈ 4 എന്നുള്ള എലമെന്റ് അവിടെ എല്ലാം അല്ലെ എല്ലാത്തിൽ നിന്നും റിലേഷൻ ഉണ്ടാകണം ഓക്കെ സോ ഇത് ഫംഗ്ഷൻ അല്ല പക്ഷെ റിലേഷൻ ആണ് അല്ലെ റിലേഷൻ ഗണത്തിൽ ഇത് പെടുത്താം ഓക്കെ
അപ്പൊ എന്താണ് നോക്കുമ്പോ എ എന്നുള്ള സെറ്റ് നോക്കുമ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എയില് 3 എലമെന്റ്സ് 1 2 3 4 എന്നുള്ളതില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറഞ്ഞാല് എന്തൊക്കെ വരും? ഡൊമൈൻ എന്ന് പറഞ്ഞാല് സെറ്റ് 1 2 3 ഇതാണ് ഡൊമൈൻ. കാരണം 4 അവിടെ ഇല്ല. എയിൽ നിന്ന് ഇങ്ങോട്ടല്ല, എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ വരുന്നത് അല്ലെ? റിലേഷൻ എ ടു ബി ആണ് അല്ലെ? എ ടു ബി ആണ് റിലേഷൻ. ഇങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ വരുന്നത്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക്. സോ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എവിടെയാണ്? എയിലായിരിക്കും ഡൊമൈൻ വരിക. 1 2 3 4 ഉണ്ടോ? ഇല്ല. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 1 2 3 ആണ് വരുന്നത്. ഇനിയോ കോഡൊമൈൻ. എന്താ കോഡൊമൈൻ എന്ന് പറഞ്ഞാല്? കോഡൊമൈൻ എന്ന് പറഞ്ഞാല് സെറ്റ് ബിയിലെ എല്ലാ വാല്യൂസും ചേർന്നിട്ടുള്ളതാണ് കോഡൊമൈൻ. മാറിപ്പോകരുത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 3 ഉള്ളൂ, 4 ഇല്ല. അങ്ങനെയാണെങ്കിൽ കോഡൊമൈനിൽ 8 ഇല്ല എന്ന് പറയരുത് കേട്ടോ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ വാല്യൂ ബി എന്നുള്ള സെറ്റിലെ എല്ലാ പോസിബിൾ വാല്യൂ 5 6 7 8 ഈ 4 കോഡൊമൈനിൽ വരും. ഇനി എന്താണ്? ഇനിയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ നോക്കുമ്പോ 1 എങ്ങോട്ടാ റിലേഷൻ വരുന്നത്? 1 എന്നുള്ള ഒരു എലമെന്റ്, അതിന് 5 റിലേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 ഇമേജ് ആണ് 5. ക്ലിയർ? 1 ഇമേജ് ആണ് 5, 2 ഇമേജ് ആണ് 7, 3 എന്തായിരിക്കും? 6. ഓക്കെ, അപ്പൊ 1 വേറെ ഇമേജ് ആണ് 6. ഓക്കെ, അപ്പൊ എന്താണ്? ഈ ടോട്ടൽ ഇമേജുകൾ ഉണ്ടല്ലോ, അതിന്റെ എല്ലാം കൂടെ ചേർത്ത് എഴുതുന്ന സെറ്റാണ് എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റേഞ്ച് ഏതൊക്കെയാ വരുന്നത്? 5 6 7. ഓക്കെ, സെറ്റ് എയിലെ ഡൊമൈന്റെ കൺസെപ്റ്റ് എന്താണോ അതേ കൺസെപ്റ്റ് ആണ് സെറ്റ് ബിയിലെ റേഞ്ചിന്റെ കൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഡൊമൈന്, കോഡൊമൈന്, റേഞ്ചും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഡൊമൈൻ, എന്താണ് കോഡൊമൈൻ, എന്താണ് റേഞ്ച് എന്ന് ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയാണ് +1 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും +2ലേക്ക് തന്നെ വരാം. ഇനിയാണ് നമ്മുടെ +2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഓക്കെ, റിലേഷൻസ് എന്താണെന്ന് മനസ്സിലായി. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി പർട്ടിക്കുലർ എന്തെങ്കിലും ഓർഡർ ബേസ് ചെയ്തിട്ട് നമുക്ക് എ എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്, ബി എന്നുള്ള സെറ്റ് ഉണ്ട്. എ ബി ഓർഡർ പേരായിട്ട് എഴുതിയിട്ട് എയും ബിയിലെ എലമെന്റ്സ് ഓർഡർ പേരായിട്ട് എടുക്കുന്നതാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഓക്കെ, നമുക്ക് എന്താണ്? ഒരു എ എന്നൊരു സെറ്റ് ഉണ്ട്, ബി എന്നൊരു സെറ്റ് ഉണ്ട്. ഓക്കെ, എയിൽ നിന്നും ബിയിൽ നിന്നും പറ്റുന്ന എലമെന്റ്സിനൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെയാണ് നമുക്ക് റിലേഷൻസ് എഴുതുന്നത്. ഓക്കെ, അതില് ഈ റിഫ്ലെക്സീവ് ടൈപ്പ് ഫസ്റ്റ് വൺ, 3 ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ റിഫ്ലെക്സീവ് ടൈപ്പ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോ തന്നെ എന്താ പറയാ? റിഫ്ലക്ഷൻ അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് ക്ലിയർ ആണോ പറയുന്നത്? എന്റെ ചെറിയൊരു റിഫ്ലക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്നെ തന്നെ ഇവിടെ കാണാം അല്ലെ? കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിന്ന് നോക്കി നമുക്ക് എന്ത് കാണാം? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നാല് നമുക്ക് നമ്മളെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ എത്രണ്ണം ഉണ്ട്? കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ 2 ഉണ്ട്. ഓക്കെ, അതായത് റിഫ്ലക്ഷൻ, അതാണ് റിഫ്ലക്ഷന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇഫ് എ ഓർഡർ പെയർ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എ ബിലോങ്സ് ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിലേഷൻ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ചെയ്ത് ഞാൻ മൊത്തം എ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഓക്കെ, 3 എലമെന്റ്സ് ആണ് എ എന്നുള്ള ഒരു സെറ്റില്. ഏതൊക്കെയുണ്ട് എലമെന്റ്സ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു റിലേഷൻ എഴുതി ആർ. ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷനിൽ എന്തൊക്കെയുണ്ട്? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ബാക്കിയോ? ബാക്കി 2 3 ഉണ്ട്, പിന്നെന്താ 1 3 ഉണ്ട്. ഇത്രയും മതി. ഇത്ര എലമെന്റ്സ് ആണ് അതിലുള്ളത്. ഓക്കെ, സപ്പോസ് ഈ ഒരു റിലേഷനിൽ ഇത്ര എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ല 1 3 വേണ്ട. ഓക്കെ, 1 3 വേണ്ട, 2 3 വരെ ഇത്ര എലമെന്റ്സ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ക്ലിയർ? ഇത് നമുക്ക് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. കാരണം എന്താ? എ അതായത് ഇവിടെ ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എ വരണം. കണ്ടോ? 1 1 2 2
3 3. അടുത്തത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോർ എവരി എ ബിലോങ്സ് ടു ആർ. അതായത് ഇവിടെ എന്തൊക്കെയുണ്ട്? 1 2 3 ഉണ്ട്. മൂന്നെണ്ണത്തിനും ഇതേപോലെ റിഫ്ലക്ഷൻ കാണിച്ചിട്ടുള്ള സാധനം വരണം. അതായത് 1 1 2 2 3 3 അവിടെ ഉണ്ടാകണം. ക്ലിയർ ആയോ? അതായത് ഇപ്പം അടുത്ത റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തു. എന്താണ് റിലേഷൻ? 1 1 2 അങ്ങനെ ഇരിക്കട്ടെ. 1 1 3 3. ഇതാണ് അടുത്ത റിലേഷൻ. ഇത് റിഫ്ലെക്സീവ് ആണോ? 1 1 ഉണ്ടോ? 3 3 ഉണ്ടോ? പിന്നെന്താ കുഴപ്പം റിഫ്ലെക്സീവ് ആവുന്നതിന്? പക്ഷെ ഇത് റിഫ്ലെക്സീവ് അല്ല. കാരണം എന്താ? ഫോർ എവരി എ ബിലോങ്സ് ടു ആർ. എയിൽ എന്തുണ്ട്? 2 ഉണ്ട്. ഓക്കെ, എയിൽ 2 ഉള്ള സ്ഥിതിക്ക് 2 2 എന്നുള്ള ഒരു എലമെന്റും കൂടെ ഇവിടെ ഉണ്ടാവണം അല്ലെ? 2 2 എന്നുള്ള ഒരു ഓർഡർ പെയർ ഇവിടെ ഉണ്ടാകണം. ഇവിടെ 2 2 ഉണ്ടോ? ഇവിടെ 2 2 ഇല്ലാത്തതുകൊണ്ട് എന്താണ്? ഇത് റിഫ്ലെക്സീവ് അല്ല. ഇതോ ആദ്യത്തേതോ 1 1 2 2 3 3 എല്ലാം ഉണ്ട്. സോ ഇത് നമുക്ക് എന്ത് പറയാം? ഇത് റിഫ്ലെക്സീവ് ആണ്. അപ്പൊ റിഫ്ലെക്സീവ് എന്താണെന്ന് ക്ലിയർ ആണോ? എന്തുണ്ടാവണം? മൊത്തം ഇപ്പൊ ഇനി 4 എയില് എന്താണ്? എയില് 1 2 3 4 4 എലമെന്റ് ഉണ്ട് അല്ലെ? 1 3 2 4. ഓക്കെ, അപ്പൊ എന്തുകൂടി ഉണ്ടാവണം? 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, 4 4 ഉണ്ടാവണം. ബാക്കി എന്തൊക്കെ എലമെന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ 4 എണ്ണം ഉണ്ടെങ്കിൽ എന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ എന്താണ്? നമുക്ക് ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ പോലും നമ്മൾ ഇതിനെ റിഫ്ലെക്സീവ് ആയിപ്പെടുത്തില്ല. ക്ലിയർ ആണോ? എല്ലാ എലമെന്റ് എല്ലാം എന്ന് പറഞ്ഞാൽ 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, 4 4 ഉണ്ടാവണം. ഇത്ര എലമെന്റ്സ്, അതായത് ഈ കണ്ടീഷനിൽ ഇത്ര എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ്? അതിനെ റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ? അടുത്താണ് സിമെട്രിക്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രി എ ബി ബി എ അല്ലെ? എ ബി ബി എ അല്ലെങ്കിൽ A1 A2 A2 A1. അതായത് A1 A2 അവിടെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? അതിന്റെ A2 A1 അവിടെ ഉണ്ടാകണം. If A1 A2 belongs to R implies that A2 A1 belongs to R for all A1 A2 belongs to A. അതിൽ ഫോർ എവരി എന്ന് പറയുന്നില്ല. നേരത്തെ നമുക്ക് എന്താണ് പറയുന്നത്? ഇവിടെ ഫോർ എവരി എ ബിലോങ്സ് ടു ആർ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ എന്താണ് പറയുന്നത്? A1 A2 ഉണ്ടെങ്കിൽ A2 A1 ഉണ്ടാകണം. മനസ്സിലായോ? ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, എ എന്നുള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് 1 2 3 എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? ഒരു റിലേഷൻ R1 എന്നുള്ള ഒരു റിലേഷൻ എടുത്തു. ഓക്കെ, R1 എന്നുള്ള റിലേഷനില് R1 എന്നുള്ള റിലേഷൻ അതിലെന്താണ്? അത് സെറ്റ് ഓഫ് 1 2 2 1 2 2 3 1. ഇതാണ് R1 എന്നുള്ള റിലേഷൻ. ഇത് സിമ്മട്രിക് ആണോ? ഇത് സിമ്മട്രിക് അല്ല. കാരണം എന്താ? 1 2 2 1 ഉണ്ടല്ലോ, A2 A1 ഉണ്ടല്ലോ. പിന്നെന്താ സിമ്മട്രിക് അല്ലാതെ? 2 2 2 2 പിന്നെ 2 2 മാത്രമല്ലേ ഉള്ളൂ. രണ്ട് സെയിം ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിമ്മട്രി ഓൾറെഡി ആണ്. അത് മൈൻഡ് ചെയ്യേണ്ട, അവിടെ ഇരിക്കട്ടെ. 2 2 എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്താണ്? റിഫ്ലെക്സീവിലേക്ക് പോട്ടെ. ഇവിടെ നമുക്ക് വേണ്ട. കാരണം അങ്ങനെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും 2 2 അല്ലേ? ഓക്കെ, ഇനി 3 1 എന്നുള്ളതോ? മക്കളെ ശ്രദ്ധിക്കേ, 3 1 എന്നുള്ളതിന് എന്തുണ്ടാവണം? 1 3 കൂടെ ഉണ്ടാകണം അല്ലെ? 3 1ന്റെ സിമ്മട്രിക് ഏതാ? 1 3. 1 3 ഇവിടെ ഉണ്ടോ? 1 3 ഇല്ല. 3 1 ഉണ്ടെങ്കിൽ അവിടെ 1 3 ഉണ്ടാവണം. 3 1 ഇല്ലെങ്കിലോ? 3 1 ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3 1 ഉണ്ടെങ്കിൽ അവിടെ 1 3 ഉണ്ടാവണം. സപ്പോസ് ഇവിടെ 3 1 3 കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. അടുത്ത സെറ്റ് R1 R2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 2 1. ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. എ എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. അപ്പൊ നമുക്ക് 1 2 2 1 മാത്രമാണ്. ഓക്കെ, ഇത് 1 2 2 1. പക്ഷെ 1 3 ഇല്ല, 3 1 ഇല്ല, 2 3 ഇല്ല, 3 2 ഇല്ല. അപ്പൊ നമുക്കിത് സിമ്മട്രിക് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. കാരണം എന്താ? സിമ്മട്രിക് ആണെങ്കിൽ ഇത് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാകണമെന്നേ ഉള്ളൂ, അല്ലാതെ ഇത് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, 1 2 ഉണ്ടെങ്കിൽ അവിടെ 2 1 ഉണ്ടാവണം. ഇത് എന്താണ്? ഇത് സിമ്മട്രിക് ആണ്. കാരണം 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ക്ലിയർ? ഇത് റിഫ്ലക്റ്റീവ് ആണോ? റിഫ്ലെക്സീവ് ആണോ?
റിഫ്ലെക്സീവ് അല്ല. കാരണം എന്താണ്? 1 1 2 2 3 3 വരെ മിസ്സിംഗ് ആണ്. അതുകൊണ്ടേ മാത്രമേ റിഫ്ലെക്സീവ് ഉള്ളൂ. അപ്പൊ ക്ലിയർ ആയോ? സിമ്മട്രിക് എന്താണെന്ന് മനസ്സിലായി, റിഫ്ലെക്സീവ് എന്താണെന്ന് മനസ്സിലായി. ഒന്നും കൂടി ഉണ്ട്, അതിന്റെ പേരാണ് ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ്. എന്താ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാല്? If A1 A2 belongs to R എന്ന് പറഞ്ഞാൽ A1 A2 റിലേഷൻ ആണ്, implies that A1 A3 belongs to R for all. ഇതിങ്ങനെ ഇങ്ങനെ എഴുതിയാൽ for all എന്ന് വായിക്കും കേട്ടോ. എന്താ വായിക്കുന്നത്? for all. A1 A2 A3 belongs to A. Suppose A എന്നുള്ള സെറ്റിൽ എന്തൊക്കെയുണ്ട്? എത്ര എലമെന്റ്? 3 എലമെന്റ്, 1 2 3 ഉണ്ട്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ റിലേഷൻ R1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ്, ഇതെവിടെ നിന്ന് ഇത് പോട്ടെ, സെറ്റ് ഓഫ് 1 2, പിന്നെ വന്ന പിന്നെ പോട്ടെ, സെറ്റ് ഓഫ് 1, ഇത് നടക്കൂല കേട്ടോ. തൽക്കാലം നമുക്ക് മൈൻഡ് ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. സെറ്റ് ഓഫ് 1 2, സെറ്റ് ഓഫ് 2 3. മക്കളെ നോക്കുക, A1 A2, ഇത് തെറ്റിപ്പോയി. ഇത് കയറി വന്നുകൊണ്ടാണ് പ്രശ്നം വന്നത് കേട്ടോ, അല്ലാതെ എനിക്ക് തെറ്റില്ല. കാരണം ഇത് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോയി ഓട്ടോമാറ്റിക് അല്ലേ? ചാത്തൻ സേവ. ഓക്കെ, ഓക്കെ, ഇതൊക്കെ മായ്ക്കാം. ഒന്നും കൂടെ ശ്രദ്ധിക്കേ, R1 എന്നുള്ള റിലേഷൻ, R1 എന്നുള്ള റിലേഷൻ എന്തുണ്ട്? സെറ്റ് ഓഫ് 1 2. ഓക്കെ, സെറ്റ് ഓഫ് 1 2, സെറ്റ് ഓഫ് 1 3. ഓക്കെ, ആ 3 ഒക്കെ വേറെ കളറിൽ വന്നല്ലോ, എന്തൊക്കെയോ പ്രശ്നം കയറി വരുന്നുണ്ടല്ലോ. ഓക്കെ, സെറ്റ് ഓഫ് 1 2 ഉണ്ട്, സെറ്റ് ഓഫ് 1 3 ഉണ്ട്, A1 A2 ഉണ്ട്, A1 A3 ഉണ്ട്. അപ്പൊ എന്താണ്? ഒരു സാധനം കൂടി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് 2 3 അവിടെ ഉണ്ടാകണം. അതെങ്ങനെയാ? അതാണ് ട്രാൻസിറ്റീവിൽ പറയുന്നത്. ട്രാൻസിറ്റീവ് എന്നാ മനസ്സിലായോ? 1 2 ഉണ്ട്, 1 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവണം? 2 3 ഉണ്ടാവണം. ഓക്കെ, നമ്മുടെ തേർഡ് വൺ ട്രാൻസിറ്റീവ്. ഓക്കെ, ടൈപ്സ് ഓഫ് റിലേഷൻസിൽ ഫസ്റ്റ് റിഫ്ലെക്സീവ്, സെക്കൻഡ് സിമ്മട്രിക്, തേർഡ് വൺ ട്രാൻസിറ്റീവ് അല്ലെ? ഫസ്റ്റ് റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, ഇനി ട്രാൻസിറ്റീവ് എന്താന്ന് നോക്കാം. A എന്നുള്ള സെറ്റ്, സെറ്റ് ഓഫ് 1 2 3, 3 എലമെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 2 3, 3 എലമെന്റ്. ഓക്കെ, അതില് A1 എന്താ പറയുന്നത്? ഈ A1 A2 ബിലോങ്സ് ടു R എന്ന് പറഞ്ഞാൽ എന്താണ്? A1 A2 എന്നൊരു റിലേഷൻ, A2 A3 വേറെ റിലേഷൻ. ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്ത് പറയുന്നു? A1 A3 എന്നൊരു റിലേഷനും കൂടി ഉണ്ടാവണം. ഇതെന്താ സാധനം? ഇതാണ് ഫോർ ഓൾ. ഫോർ ഓൾ A1 A2 A3 ബിലോങ്സ് ടു R. ഇങ്ങനെ എഴുതിയാൽ ഫോർ ഓൾ എന്ന് വായിക്കും. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. R ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓർഡർ പെയർ 1 2. ഓക്കെ, അടുത്തതോ 2 3. 1 2 2 3 ഉണ്ടാകണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ 1 3 ഉണ്ടാകണം എന്നാണ് എന്ത് പറയുന്നത്? ട്രാൻസിറ്റീവ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെന്ത് പറയാം? ട്രാൻസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 2 2 3 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഇവിടെ ഇത് രണ്ടും സെയിം അല്ലെ? 1 2 ആണ്, 2 3 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവണം? 1 3 അല്ലെ? ഫസ്റ്റ് എലമെന്റും ലാസ്റ്റ് എലമെന്റും തമ്മിലുള്ള ഒരു പുതിയൊരു ഓർഡർ പെയർ കൂടെ അവിടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് പറയാ? ഇതിനെ ട്രാൻസിറ്റീവ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ്. ഒരു കാര്യം കൂടെ, ഇനിയാണ് മെയിൻ. മെയിൻ കാര്യം പറയാൻ മറന്നേ. ഇത് കണ്ടോ? ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ കണ്ടോ? ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷന് എന്തായിരിക്കണം? ആ റിലേഷന് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഈ മൂന്നും കൂടെ ഉണ്ടെങ്കിൽ, അതായത് ഈ മൂന്ന് പ്രോപ്പർട്ടീസും, അതായത് റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇക്വലൻസ് റിലേഷൻ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? സിമ്മട്രിക് ആയിരിക്കണം, പിന്നെന്താ? റിഫ്ലെക്സീവ് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. സപ്പോസ് A = 1 2 3 എന്നൊരു സെറ്റ്.
അതിലൊരു റിലേഷൻ ഞാൻ എഴുതുവാണ് എന്താ 1 1 ഓക്കെ 1 1 മുകളിൽ എഴുതാം ഓക്കെ അതിലൊരു റിലേഷൻ ആണ് സെറ്റ് ഓഫ് 1 1 2 2 3 3 ഓക്കെ ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ A is equal to 1 2 3 ഇക്വലൻസ് റിലേഷൻ ആണ് ആദ്യം നോക്കുക 3 എലമെന്റ് ആണുള്ളത് റിഫ്ലെക്സീവ് ആണോ റിഫ്ലെക്സീവ് ആണ് കാരണം എന്താ 1 1 ഉണ്ട് 2 2 ഉണ്ട് 3 3 ഉണ്ട് ഓക്കെ അടുത്ത സിമെട്രിക് ആണോ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ എന്താ എ ബി എന്നുണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം 1 1 ഉണ്ട് 1 1 ന്റെ സിമെട്രി എന്താ 1 1 ഉണ്ട് 2 2 2 2 3 3 3 3 അല്ലേ ഇനി 1 2 ഉണ്ടായിരുന്നെങ്കിൽ 2 1 ഉണ്ടാവാം പക്ഷെ 1 2 ഉണ്ടാവണം നിർബന്ധമൊന്നും പറയുന്നില്ല സോ ഇത് സിമെട്രിക്കും ആണ് അല്ലെ ഇത് നമുക്ക് എന്താണ് റിഫ്ലെക്സീവ് ആണ് സിമെട്രിക്കും ആണ് അടുത്തത് എന്താ ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്താണ് A1 A2 ഉണ്ട് A2 A3 ഉണ്ട് ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ് അവിടെ A1 A3 ഉണ്ടാകണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവിടെ ഇത് ഉണ്ടാകണം ഇവിടെ അങ്ങനെ ഉണ്ടോ ഇവിടെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് ട്രാൻസിറ്റീവും കൂടിയാണ് ക്ലിയർ ആയോ അവിടെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇത് ഉണ്ടെങ്കിൽ 1 2 2 1 അല്ല 1 2 2 3 ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം 1 3 ഉണ്ടാവണം ആ ഓർഡറിൽ ഉണ്ടാവണം ഓക്കെ സോ ചെറിയൊരു എക്സാമ്പിൾ കണ്ടു ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള NCERT പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ സോ നമുക്ക് എന്താണ് ഈ സെഷൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം See you in next class. Thank you. Bye bye.